ഞാൻ ശ്രീദേവിയുടെ കസിൻ ഉണ്ണികൃഷ്ണൻ. മനസ്സിലായോ? വരൂ ശ്രീദേവി. നിങ്ങൾ എവിടെ കൊണ്ടുവന്നു? ശ്രീദേവി ഒരാളൊന്ന് പിടിച്ചോണ്ട് പോകുന്നു. എല്ലാവരും കൂടി? ഡോക്ടർ ഒരു മാന്യനാണെന്നാണ് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾ ഇതുപോലെ പല ഡോക്ടർമാരെയും കണ്ടിട്ടുണ്ട്. നാട്ടുകാരായ ഞങ്ങൾക്കും ചിലതൊക്കെ ഇവിടെ സാധിക്കും. ഞങ്ങളാരും ഡോക്ടർമാരല്ലായിരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതിരിക്കട്ടെ, ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. കാര്യം എന്താണെന്ന് ഡോക്ടർക്ക് അറിയില്ലേ? ഇവിടെയുള്ള പെൺകുട്ടി ഏതാണ്? ശ്രീദേവി. ഓഹോ, അതാണോ കാര്യം? ശ്രീദേവി എന്റെ ഒരു പേഷ്യന്റാണ്. പേഷ്യന്റ് നേഴ്സിംഗ് ഹോമിലല്ലേ? വീട്ടിലെന്താണ് കാര്യം? അത് പേഷ്യന്റിന്റെ ബന്ധുക്കൾ അന്വേഷിക്കേണ്ട കാര്യമാണ്. ബന്ധു തന്നെ അന്വേഷിക്കാൻ വന്നിരിക്കുന്നത്. ഞാനേ ശ്രീദേവിയുടെ കസിൻ ബ്രദറാ. നിങ്ങൾ ഒരു കസിൻ ബ്രദർ അല്ലേ? ശ്രീദേവിയുടെ സ്വന്തം ബ്രദർ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. അത് ഡോക്ടർ വാദത്തിന് വേണ്ടി പറയുന്ന കൊലക്കേസിൽ പ്രതിയായിട്ട് ലോക്കപ്പിൽ കിടക്കുന്ന ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ശ്രീദേവിയെ ഉണ്ണികൃഷ്ണനോട് ഒന്നിച്ച് അയക്കണം. പേഷ്യന്റ് ആണെന്നും പറഞ്ഞ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഇവിടെ താമസിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനിപ്പോ നിങ്ങളുടെ സമ്മതം ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഡോക്ടറോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്. അത് കളഞ്ഞു കുടിക്കാൻ ഇടയാക്കരുത്. ശ്രീദേവിയെ ഉണ്ണികൃഷ്ണനോട് ഒന്നിച്ച് അയച്ചേ പറ്റൂ, അല്ലെങ്കിൽ ബലമായി പിടിച്ചുകൊണ്ട് പോകും. എന്റെ സഹോദരിക്ക് ഡോക്ടർ മോഹൻകുമാർ ഉണ്ടെന്നുള്ള ധൈര്യത്തോടെ ഞാനിവിടെ കഴിയില്ല. ഈ ഭൂമിയിൽ മറ്റാർക്കും അവളെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള അവകാശമില്ല. ഡോക്ടർ എന്താ ആലോചിക്കുന്നത്? നാട്ടുകാരോട് മത്സരിക്കാനാണോ ഭാവം? ഡോക്ടർക്ക് ശ്രീദേവിയുമായി എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതിൽ ഇടപെട്ടില്ലായിരുന്നു. എങ്കിൽ പറയണം, ബാക്കിയോട് പറയണം. ശ്രീദേവിയുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ബന്ധമോ? കുന്തമാണ്. എന്തോന്ന് ബന്ധം? ശ്രീദേവിക്ക് വേണ്ടി മോഹൻ ചെയ്യുന്നതെല്ലാം അവളുടെ നന്മയ്ക്കായിരിക്കും. അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്.
ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്ത് ബന്ധമാണെന്ന് പറയണം. ശ്രീദേവിയെ ഞാൻ വിവാഹം ചെയ്യാൻ പോവുകയാണ്. എന്തോന്നാ വിവാഹം? അതെ, നിങ്ങളെയെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ ശ്രീദേവിയെ വിവാഹം ചെയ്യാം. സമ്മതമാണോ? എനിക്ക് സമ്മതമല്ല. നിങ്ങളോടാരും ചോദിച്ചില്ല. ഇവർ പറയട്ടെ, നാട്ടുപ്രമാണിമാർ ഇവരല്ലേ? ഡോക്ടർ, ഇത് കാര്യമായിട്ട് തന്നെ പറയാണ്. ഞങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കല്യാണം ചെയ്യാം. ഇനി കുമ്പനാനെ കൊണ്ട് പറയട്ടെ, വിവാഹം ചെയ്യാമെന്ന് ഞാനല്ലേ പറയുന്നത്? ശരി, എന്നാൽ പിന്നെ പരാതിയില്ല. എങ്കിൽ വരും. നിങ്ങൾ എന്തോന്നായി കാണിക്കുന്നു? ന്യായം പറഞ്ഞാൽ കേൾക്കണ്ടേ? നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈശ്വരനെ സാക്ഷി നിർത്തി ഞാൻ ശ്രീദേവിയെ എന്റെ ഭാര്യയായി സ്വീകരിക്കും. മോഹനോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എന്റെ സഹോദരി വിവാഹം ചെയ്ത് രക്ഷിക്കാൻ സന്മനസ് കാണിച്ച നിങ്ങൾ എത്രയോ വലിയ മനുഷ്യനാണ്. ശ്രീദേവി, എന്റെ വിവാഹത്തിന് ചേട്ടന് സംബന്ധിക്കാൻ കഴിയില്ല. എന്നോട് ക്ഷമിക്കൂ. അവളിതൊന്നും അറിയുന്നില്ല മോഹൻ. നിങ്ങളുടെ വിവാഹം പോലും അവൾ അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞതൊന്നും എന്റെ സഹോദരി ഓർമ്മിക്കരുത്. മരണം വരെ ഓർമ്മിക്കരുത്. പക്ഷെ മറ്റുള്ളവർക്കും ഒരൽപ്പം ആശ്വാസം വേണ്ടേ? തീർച്ചയായും വേണം. അതിന് ഞാൻ മാർഗം പറയാം. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരരുത്. എന്നെ മറന്നേക്കൂ. ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സന്തോഷത്തോടുകൂടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാനും ഒരു മനുഷ്യനാണ്. അങ്ങയെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. പക്ഷേ സ്നേഹം കൊണ്ട് എന്റെ വായി മൂടിക്കെട്ടിയിരിക്കുന്നു. ദയവ് ചെയ്തൊന്ന് നയിച്ചുവിടൂ. അങ്ങയെ രക്ഷിക്കാൻ അനുവദിക്കൂ. പ്ലീസ്, പ്ലീസ്. മോഹൻ, നിങ്ങൾ എന്റെ സഹോദരി വിവാഹം ചെയ്ത വിവരം അറിയിക്കാനാണ് വന്നത്. എന്നെ രക്ഷിക്കാനാണ് വന്നതെങ്കിൽ നിങ്ങളെ എനിക്ക് കാണേണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. ക്ഷമിക്കണം. ഇനി നിങ്ങൾക്ക് പോകാം. എന്റെ സഹോദരി രക്ഷിച്ചതിന് നന്ദി. ഗുഡ് ബൈ. അങ്ങനെ വധിക്കപ്പെട്ട സോമരാജനും എതിർകക്ഷിയായ ഡോക്ടർ രാജേന്ദ്രനും തമ്മിൽ കെട്ടിടത്തിന്റെ വാടക സംബന്ധിച്ച് ദീർഘനാളായി നിലനിന്നു വരുന്ന അഭിപ്രായ വ്യത്യാസം കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണമെന്ന് സോമരാജൻ ആവശ്യപ്പെട്ടപ്പോൾ ശത്രുതയായി പരിണമിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എതിർകക്ഷിയായ ഡോക്ടർ രാജേന്ദ്രൻ സോമരാജന്റെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ചെന്ന് കൊല്ലണമെന്നുള്ള മനഃപൂർവ്വമായ ഉദ്ദേശത്തോടുകൂടി റിവാൾവർ കൊണ്ട് വെടിവെച്ചിട്ടുള്ളതാണെന്ന് സാക്ഷിമൊഴികളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംശയലേശമെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ എതിർകക്ഷിയായ രാജേന്ദ്രൻ കുറ്റവാളിയാണെന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു. കുറ്റപത്രം വായിച്ചത് കേട്ടില്ലേ? കേട്ടു. ആക്ഷേപം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. യുവർ ഓണർ, പ്രതിഭാഗം വക്കീലും നിലയിൽ എനിക്ക് ആക്ഷേപമുണ്ട്. പക്ഷേ എനിക്കൊരു ആക്ഷേപവുമില്ല. സോമരാജന് മനഃപൂർവ്വം കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് ഞാൻ വെടിവെച്ചത്. സോമരാജൻ മരിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു പ്രതി സ്വയം കുറ്റം ഏറ്റുപറഞ്ഞാൽ ഒരു വക്കീലിന് എന്ത് ചെയ്യാൻ കഴിയും? കുറഞ്ഞപക്ഷം ആക്ഷേപമുണ്ടെന്നെങ്കിലും ബോധിപ്പിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇനി ഒരു മാർഗമില്ലേ സാർ? ഇനി ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നു. എന്തിനു വേണ്ടി കൊന്നു? കൊലപാതകം ചെയ്തു പോകത്തക്ക വിധം ശക്തിയും ന്യായമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നു. മിസസ് ജയലക്ഷ്മിക്ക് എന്തെങ്കിലും അറിയാമോ? ചാർജ് ഷീറ്റിൽ പറയുന്നല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടായിട്ടുണ്ടോ? അതിപ്പോ എന്തോ കാര്യമുണ്ട്. അതെന്താണെന്ന് മിസസ് ജയലക്ഷ്മിക്ക് അറിയുകയും ചെയ്യാം. എന്താ അറിയില്ലേ? അറിയാം സാർ. എങ്കിൽ അതിങ്ങോട്ട് പറഞ്ഞോളൂ. ഡോക്ടർ രാജേന്ദ്രൻ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇല്ല സാർ, അദ്ദേഹം രക്ഷപ്പെടില്ല. രക്ഷപ്പെടുത്താമെന്ന് ഞാനല്ലേ പറയുന്നത്? പക്ഷെ ഈ രഹസ്യം പുറത്തറിയിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്ന് എന്നോട് ഉറപ്പിച്ച് പറഞ്ഞതാണ്. അദ്ദേഹം അത് ചെയ്യാൻ മടിക്കില്ല. അതുകൊണ്ട് ഞാനായിട്ട് ഈ രഹസ്യം പുറത്തു വരില്ല. ഞാൻ കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്തുകൂടാ. ഇങ്ങനെയാണെങ്കിൽ പിന്നെ വേണ്ട സാർ, ബാക്കി ഇപ്പൊ പറയണ്ട.
എനിക്ക് അല്പസമയം കൂടി തരൂ, ഞാൻ വീണ്ടും വരാം. സഹോദരിയുടെ രക്ഷയായിരുന്നല്ലോ പ്രധാനം. അവളെ ഒരാൾ വിവാഹം ചെയ്തു കഴിഞ്ഞു. ഇനിയെങ്കിലും ഭാര്യയുടെ കാര്യം ഒന്ന് ഓർമ്മിച്ചൂടെ? ഇങ്ങനൊരു ഗതികേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വിവാഹം വേണ്ടെന്ന് പറഞ്ഞത്. സമ്മതിക്കാതിരുന്നത് ജയലക്ഷ്മിയാണ്. ഒരു ഗതികേടുമില്ല. എന്നെ വിവാഹം ചെയ്ത ഭർത്താവിനെ നേടിയെടുക്കാൻ എനിക്ക് കഴിയും. സാധുവായ എന്നോട് ഒരല്പം ദയ കാണിക്കണമെന്ന് മാത്രം. മനസ്സിലായില്ല. എന്തായാലും സഹോദരിയുടെ വിവാഹം കഴിഞ്ഞു. ആ കുട്ടിയുടെ ഭാവിയെ പറ്റിയുള്ള ആശങ്കയും തീർന്നു. ഇനിയെങ്കിലും സംഭവിച്ചതൊക്കെ കോടതിയിൽ തുറന്നു പറഞ്ഞു ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടൂടെ? നിവർത്തിയില്ല ജയലക്ഷ്മി, നിവർത്തിയില്ല. എന്തുകൊണ്ട്? ആ രഹസ്യം പുറത്തറിഞ്ഞാൽ സഹോദരിക്ക് ഒരു ഭർത്താവിനെ കിട്ടുകയില്ലെന്നായിരുന്നല്ലോ പേടി. ഇപ്പോഴിതാ നല്ലൊരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞു. ഇനിയും ആ രഹസ്യം ഒളിച്ചു വെക്കണോ? മരണം വരെ ഒളിച്ചു പിടിക്കാതെ നിവൃത്തിയില്ല. ഇതുവരെ എന്റെ സഹോദരിയുടെ മാത്രം കാര്യത്തിലായിരുന്നു ആശങ്ക. ഇപ്പോൾ അവളുടെ ഭർത്താവിന്റെ കാര്യത്തിൽ കൂടി എനിക്ക് ആശങ്കയുണ്ട്. ഡോക്ടർ മോഹൻകുമാറിന്റെ കാര്യത്തിലും? അതെ. കോടതിയിൽ രഹസ്യം തുറന്നു പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ രക്ഷപ്പെട്ടേക്കാം. അതോടൊപ്പം തന്നെ ഇന്നോളം ഒളിച്ചു വെച്ചിരുന്ന ഈ രഹസ്യം എന്റെ സഹോദരിയെ സംബന്ധിച്ചുള്ള വലിയൊരു അപവാദമായി നാടാകെ പരക്കുകയും ചെയ്യും. മോഹൻകുമാറും ഒരു മനുഷ്യനാണ്. സ്വന്തം ഭാര്യയെക്കുറിച്ചുള്ള അപവാദം സഹിക്കവയ്യാതെ വരുമ്പോൾ പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പാടില്ലാത്തത്? അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തിയിട്ട് അവസാനം എല്ലാം കൂടി നശിപ്പിക്കാൻ ഇടയാക്കരുത്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ജയലക്ഷ്മി പോയിക്കൊള്ളൂ. ശ്രീദേവി, നിന്റെ ചേട്ടന്റെ കേസ് നാളെ വിധി പറയുകയാണ്. നിനക്ക് മാത്രമേ നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ കഴിയൂ. ഒരു പാപവും ചെയ്യാത്ത മനുഷ്യൻ നിനക്ക് വേണ്ടി ശിക്ഷയേൽക്കാൻ നീ സമ്മതിക്കുമോ? ഡോക്ടർ, ഒരു സ്ത്രീ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയൂ. ശരി. ഞാനൊരു സഹായം തേടി വന്നതാണ്. ഇരിക്കൂ. എന്നെ മനസ്സിലായോ? കോടതിയിൽ വെച്ച് കണ്ടതായി ഓർമ്മിക്കുന്നു. ഞാൻ ലോക്കപ്പിൽ ചെന്ന് ഡോക്ടർ രാജേന്ദ്രനെ കണ്ടിട്ട് വരികയാണ്. ക്ഷമിക്കണം, ഡോക്ടറും നിങ്ങളുമായിട്ടുള്ള ബന്ധമോ? ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ആരെയും